അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഒത്തിരി നാള് മണലാരണ്യത്തിൽ കിടന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ടുവല്ലോ ഞാൻ. എന്നിട്ട് എന്ത് നേടി? എന്നെ വെച്ച് നിങ്ങളെല്ലാവരും ഒത്തിരി നേടിയെടുത്തെങ്കിലും മാഹിർ ഇപ്പോഴും ആ പഴയ വട്ടപൂജ്യം തന്നെയാണ്. ചുറ്റിലും ഒരുപാട് പേരുണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ വേദനയും തിന്ന് ഉരുകിത്തീരാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. ഉള്ള നല്ല കാലം മുഴുവൻ അങ്ങനെ തീർന്നുപോയി. ഇനിയെങ്കിലും ഞാൻ എൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് കഴിയാൻ അത്ര ആർഭാടങ്ങളൊന്നും വേണമെന്നില്ലെന്നേ. ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ പെണ്ണും കുഞ്ഞും നല്ലതുപോലെ കഴിഞ്ഞോളും. ആരെ പട്ടിണിയാണെങ്കിലും ഞാൻ ജോലി ചെയ്ത് വരുമ്പോൾ ഉപ്പ കൊണ്ടുവരുന്ന മിഠായിപ്പൊതിക്ക് വേണ്ടി ഓടി വരുന്ന എൻ്റെ കുഞ്ഞുമോളുടെ കണ്ണിലെ തിളക്കം, ചായമായി വരുന്ന എൻ്റെ പെണ്ണിൻ്റെ മുഖത്തെ സന്തോഷം, അതൊക്കെ മതി മാഹിറിന് ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള സമ്പാദ്യം. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ ഭംഗിയുള്ളൊരു ചിരി ഉണ്ടായിരുന്നു. മാഹിർ കൈ കഴുകാനായി എഴുന്നേറ്റ് പോയപ്പോൾ സുറുമയും ആ കൂടെ ചെന്നു. അപ്പോഴും ആ ഇരിക്കുന്നവർ അവർ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ കുരുങ്ങി ഇരിപ്പായിരുന്നു. മാഹിർ ഇനി ഗൾഫിലേക്ക് പോകുന്നില്ലെന്ന്. അപ്പോൾ ഇനി തനിക്കൊരു ആവശ്യം വന്നാൽ ആരോട് പറയും? ഇത്രയും നാൾ ആങ്ങൾ ഗൾഫിലാണെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒരു വിലയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താവും തൻ്റെ അവസ്ഥ? സീനവും സീജയും ഒരേ കാര്യം തന്നെ ഓർത്തിരുന്നപ്പോൾ മുസാഫിറും സക്കീറും വീട് പണി 3 മാസം കൊണ്ട് തീർക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുകയായിരുന്നു. അവർക്കൊന്നും ഇത്രയും നാളും ഇല്ലാത്തൊരു ടെൻഷൻ. ഏത് പ്രതിസന്ധി വരുമ്പോഴും മുട്ടിയിരുന്ന വാതിലിനി തങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടില്ലല്ലോ എന്നോർത്ത് എല്ലാവരും ഒരുപോലെ വ്യസനിച്ചു. മാഹിർ കൈ കഴുകി തിരിയുമ്പോൾ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു സുറുമി. എന്താ എൻ്റെ പ്രിയതമ്മയുടെ മുഖത്തിനൊരു വാട്ടം? സുറുമിയുടെ തട്ടത്തിൻ്റെ തുമ്പിൽ കയ്യും ചുണ്ടും തുടച്ചുകൊണ്ട് മാഹിർ കുസൃതിയോടെ ചോദിച്ചു. മുഖം കുനിച്ചു നിൽക്കുന്നവരുടെ താടി പിടിച്ചുയർത്തി അവൻ. നേരത്തെ അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാവമല്ലായിരുന്നു അവൻ്റെ മുഖത്തിപ്പോൾ. ആ കണ്ണിൽ നിറച്ചും അവളോട് സ്നേഹമാണ്. എന്താണ് പെണ്ണെ നിൻ്റെ പ്രശ്നം? ഇനി ഞാൻ സ്ഥിരമായിട്ട് നാട്ടിൽ നിൽക്കുകയാണെന്ന് കേട്ടത് കൊണ്ടാണോ ഈ മുഖം ആടിയത്? അവരെപ്പോലെ നീയും? അവൻ ചോദിച്ചതും സുറുമിയുടെ കണ്ണുകൾ കൂർത്തു. അങ്ങനെയൊന്നും പറയരുതെന്ന് തല അനക്കി. ഇത്രയും നാൾ അവർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് പെട്ടെന്നൊരു ദിവസം എല്ലാവരും എൻ്റെ ഇക്കയെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല എനിക്ക്. ഇവരൊക്കെ എന്താണിങ്ങനെ? ഇടർച്ചയോടെ പറഞ്ഞവളുടെ കണ്ണ് തുളുമ്പി വീഴാൻ പാകത്തിൽ കണ്ണുനീരുണ്ടായിരുന്നു. അത് സാരില്ലടി, എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ, എനിക്ക് സന്തോഷമായി. അവൻ നോവോടെ ഒന്ന് ചിരിച്ചു. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ പാതിയായി നീയുണ്ടല്ലോ, എനിക്കത് മതി മോളെ. ആരൊക്കെ തളർത്തിയാലും നിൻ്റെ ഈ കലർപ്പില്ലാത്ത സ്നേഹം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ മാഹിർ എവിടെയും തളരില്ലടി. മാഹിർ കണ്ടിറക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു. കലിയോടെ ചാടിത്തുള്ളി ലബീബ റൂമിലേക്ക് വരുമ്പോൾ സക്കീർ ഒരു മൂളിപ്പാട്ടും പാടി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി ചീകി ഒതുക്കുകയായിരുന്നു. കണ്ണാടിയിൽ അവളുടെ തടിച്ചു വീർത്ത രൂപം കണ്ടപ്പോഴേ സക്കീറിൻ്റെ മുഖം മടുപ്പോടെ ചുളിഞ്ഞു. വരുന്നുണ്ട് ശവങ്ങൾ. ലോകത്ത് എത്ര പെണ്ണുങ്ങളുണ്ട്, ഇതുപോലൊരു ജന്തുവിനാണല്ലോ എനിക്ക് കിട്ടിയത്. സക്കീർ പിറുപിറുത്തു. സക്കീർക്ക, നിങ്ങളെന്താണ് മാഹിറിനോട് കട ഒഴിയാന്ന് പറഞ്ഞത്? അവൾ അരിശത്തോടെ ചോദിച്ചു. പിന്നെ അവൻ ചോദിക്കുന്ന കാശ് നിന്റെ തന്ത കൊടുക്കുമോ? അവനും അതേ ദേഷ്യത്തോടെ തിരിച്ചു ചോദിച്ചതും ലബീബ എന്ന് വിളറി. പിശുക്കനായ തൻ്റെ ബാപ്പയോട് പൈസ ചോദിച്ചങ്ങ് ചെന്നച്ചാലും മതി, ചിലപ്പോൾ ആട്ടി ഇറക്കി വിടാനും മതി. ലബീബ വെറുതെ മനസ്സിലൊന്ന് ഓർത്തു നോക്കി ആ നിമിഷം. അതോടെ അവളൊന്ന് മയപ്പെട്ടു. എന്നാലും സക്കീർക്ക, നിങ്ങൾ വിട്ടുകൊടുക്കരുതായിരുന്നു. കുറച്ചുകൂടെ വാശി പിടിച്ചു നിന്നിരുന്നെങ്കിലേ മാഹിറെ നിങ്ങൾക്കത് വെറുതെ തന്നേനെ. ലബീബയുടെ വാക്കുകളിൽ നിരാശ കലർന്നിരുന്നു. ഓ പിന്നെ അവൻ കുറേ തന്നതന്നെ. സക്കീർ ചുണ്ടുകൊട്ടി. നീ നിൻ്റെ അടുത്ത് ബാക്കിയുള്ള സ്വർണ്ണൊക്കെ ഇങ്ങോട്ട് അഴിച്ചതാ. എങ്ങനെയെങ്കിലും വീടിൻ്റെ ബാക്കി പണി തീർത്ത് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് മാറണം. സക്കീറിൻ്റെ മുമ്പിൽ ഇനി വേറെ വഴിയൊന്നുമില്ല. ഈ വീട്ടിൽ ഇനിയും മാഹിറിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സക്കീറിന് ഭയം തോന്നുന്നുണ്ട്. മാഹിർ ഇനി പോകുന്നില്ലെന്ന് കേട്ടപ്പോഴേ കഴിയുന്നത്ര വേഗത്തിൽ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നവൻ തീരുമാനിച്ചിരുന്നു. പിന്നെ അതിനി അഴിച്ചിടാൻ എൻ്റെ കയ്യിൽ സ്വർണ്ണം എവിടെ ഇരിക്കണേ? ഈ കാതിലും കഴുത്തിലും കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. വീട് പണി തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഞാൻ തരൂല. ലബീബയ്ക്ക് എത്ര പെട്ടെന്നാണ് ചൊടിച്ചത്. അവളുടെ ചാട്ടം കണ്ട് സക്കീർ പകപ്പോടെ നോക്കി. എങ്കിലേ ഈ എൻ്റെ സ്വർണം കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. ഒടുവിൽ മാഹിറും സുറുമയും എന്നെ വലിച്ച് പുറത്തെടുക്കുമ്പോഴേ നീക്ക് പഠിക്കൂ എന്നും പറഞ്ഞ് ലബീബയോടുള്ള ദേഷ്യത്തിൽ ഡോറ് വലിച്ചടിച്ചുകൊണ്ട് സക്കീർ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി.
നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സ്വർണ്ണങ്ങൾ തൊടാൻ ഞാൻ സമ്മതിക്കൂല. അടഞ്ഞു കൊടുക്കുന്ന ഡോറിന് നേരെ നോക്കി അവളും ഒട്ടും കുറയാതെ വിളിച്ചു പറഞ്ഞു. കഴുത്തിലെ മാലയിലും ഇരുകാതിലും കിടക്കുന്ന കമ്മലിലും വെറുതെ തൊട്ടുഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ടേബിളിന് മുകളിലിരിക്കുന്ന ഫോൺ ശബ്ദിച്ചത്. സക്കീർക്ക് എന്താ ഫോൺ എടുക്കാതെയാണ് പോയത്? ലബീബ ഫോണിനടുത്തേക്ക് ചുവട് വെച്ചു. രാവിലത്തെ ബഹളം കാരണം ഇന്ന് നേരം വൈകിയത് കൊണ്ടാവും സക്കീർക്ക് ആ ഫോൺ പോലും മറന്നു വെച്ചത്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മറന്നാലും ഫോണ് കയ്യിൽ നിന്നും മാറ്റി വെക്കാത്തവനാണ്. മഹാ അത്ഭുതം തന്നെ. ഫെബി കോളിംഗ്. ഫെബിയോ? ഇതാരാണാവോ? ലബീബ ഫോണെടുത്ത് ചെവിയോട് ചേർത്തതും ഹലോ എന്നൊരു കിളിനാദം കാതിൽ പതിഞ്ഞു. പഠിച്ചോനെ, പെണ്ണോ? ഇത്രയും മധുരമുള്ള ശബ്ദത്തിൽ തൻ്റെ ഭർത്താവിനെ വിളിക്കുന്നവൾ ആരാണാവോ? ലബീബ ആശങ്കപ്പെട്ടു. ഹലോ, ഇതെന്ത് പറ്റി എൻ്റെ മുത്തിനെ? പതിവ് ഗുഡ് മോർണിംഗ് ഒന്നും കിട്ടിയില്ലല്ലോ എനിക്ക്. അപ്പുറത്തു നിന്നും കൊഞ്ചിക്കുഴഞ്ഞുള്ള ശബ്ദം കേട്ടതും ലബീബ ശ്വാസം വിഴുങ്ങിയതുപോലൊരു നിൽപ്പ് നിന്നു. മുത്തോ? ആരുടെ മുത്ത്? ആരാടിനേ? തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ ബോധം വീണ്ടെടുത്ത് ചോദിച്ചു. അതോടെ ആ കോൾ കട്ടാവുകയും ചെയ്തു. ഫോണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ലബീബയുടെ നെഞ്ചിൽ മുമ്പ് എപ്പോഴും വീണ് കിടന്ന പഴയൊരു സംശയത്തിൻ്റെ കനൽ വീണ്ടും എരിഞ്ഞു തുടങ്ങി. അന്ന് സക്കീർക്ക് ആരോടോ ചിരിച്ച് സംസാരിക്കുന്നതും തന്നെ കണ്ട ഉടനെ നെട്ടിലൂടെ ഫോൺ മാറ്റിവെച്ചതുമൊക്കെ ലബീബയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഒപ്പം സുറിമി പറഞ്ഞ വാക്കുകളോ. ഭർത്താവിനോടുള്ള വിശ്വാസമൊക്കെ നല്ലത് തന്നെ. അമിതമായാൽ അത് ദോഷവും ചെയ്യും. അയാളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ ഒരു നാൾ തിരിച്ചറിയും. മുമ്പെപ്പോഴും സുറുമിയെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൾ പറഞ്ഞത് ലബീബയുടെ കാതിൽ ഇപ്പോഴും മുഴങ്ങിക്കേട്ടു. സക്കീർക്കൊക്കെ അവിഹിതമോ? ലബീബയുടെ നെഞ്ചിൽ വലിയൊരു നടുക്കം തന്നെ ഉണ്ടായി. ഇതങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അവൾക്കൊന്ന് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു നോക്കിയാലോ? ഫോണിൻ്റെ ലോക്ക് അഴിക്കാൻ ശ്രമിച്ച ലബീബ പരാജയപ്പെട്ടു. എന്നാലും അതാരാവും? ലബീബയുടെ ഉള്ളം പുകഞ്ഞു തുടങ്ങി. അതേ നിമിഷം തന്നെയാണ് ഡോറ് തുറന്ന് സക്കീർ അകത്തേക്ക് വന്നത്. കാറിൽ കയറിയപ്പോഴാണ് ഫോൺ എടുത്തില്ലല്ലോ എന്നോർത്തത്. ഫോൺ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ സക്കീർ കാണുന്നത് തൻ്റെ ഫോണും കയ്യിൽ പിടിക്കുന്ന ലബീബയാണ്. അത് കണ്ടതും അവൻ്റെ കലി ഒന്നുകൂടെ വർദ്ധിച്ചു. ഈ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? സക്കീർ അവളുടെ നേർക്കൊരു ചാട്ടം. ലബീബ കുലുങ്ങിയെന്ന് മാത്രമല്ല, അവനെ ചൂഴ്ന്നെടുക്കും പോലൊരു നോട്ടവും. അതിങ്ങ് തന്നെ. എന്നോട് ചോദിക്കാതെ എൻ്റെ ഫോൺ തൊടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? കനിപ്പിച്ചൊരു ചോദ്യത്തോടെ സക്കീർ അവളുടെ കയ്യിൽ ഫോൺ വാങ്ങാൻ കൈനീട്ടിയതും ലബീബ അവൻ്റെ ഫോൺ പുറകിലേക്ക് പിടിച്ചു കളഞ്ഞു. എന്താടി ഈ ആളെ മക്കാറാക്ക? അല്ലെങ്കിലേ നേരം വൈകി. അപ്പോഴാ ഓളൊരു. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഒന്നാമത് കുറച്ചു നാളായി ലബീബായി അവനെ കണ്ണിന് പിടിക്കുന്നില്ല. ആ കൂടെ അവളുടെ സ്വഭാവം. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഈ ഫോൺ തരുന്നുണ്ടോ? കലി തുള്ളിക്കൊണ്ടവൻ ചോദിച്ചു. ആരാ ഫെബി? ലബീബ വീറോടെ ചോദിച്ചു. ഉള്ളിൽ എന്തോ കരുതി കൂട്ടിയത് പോലെയുള്ള അവളുടെ ചോദ്യത്തിൽ സക്കീർ ഒരു മാത്ര അനങ്ങാൻ മറന്നതുപോലെയായി. ഫെബിന പുതുതായി ഇൻസ്റ്റയിൽ നിന്ന് ഷക്കീറിന് കിട്ടിയ കൂട്ടാണ്. കാണാൻ സുന്ദരിയാണ്, പ്രായവും കുറവ്. ഭർത്താവും ഒരു പെൺകുഞ്ഞുമുണ്ട് അവൾക്ക്. ഭർത്താവ് ഒരു മുരടൻ സ്വഭാവക്കാരനാണെന്ന് പരിചയപ്പെട്ടപ്പോൾ തന്നെ ആ കുട്ടി അവനോട് സങ്കടം പറഞ്ഞിരുന്നത് കൊണ്ട് ഷക്കീറിന് എല്ലാം എളുപ്പമായി. ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിഗണനയുമൊക്കെ വാരിക്കോരി കൊടുത്ത് ഷക്കീർ അവളെ പെട്ടെന്ന് തന്നെ വളച്ചെടുത്തു. ചാറ്റെ പുരോഗമിച്ചു. ഇപ്പോൾ അവന് വേണ്ടതെല്ലാം അവളും ഏത് പാതിരാത്രിയിലും കൊടുക്കാൻ റെഡിയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അവൾക്ക് സക്കീറിനോട് ഭയങ്കര പ്രണയമാണ്. ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ വരാനും അവൾ ഒരുക്കമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അവനോട് പറയാറുണ്ട്. അത് പറയുമ്പോൾ മാത്രം സക്കീർ മറ്റെന്തെങ്കിലും പറഞ്ഞ് വഴുതി മാറാറാണ് പതിവ്. അവൾക്കുള്ളതുപോലെ അവന് പ്രണയമൊന്നും അവളോടില്ല. വെറും കാമം മാത്രം. എന്തേ? ഫെബിയോ? ഏത് ഫെബി? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെയാണ് അറിയാനാ ലബീബ? പതർച്ച മറച്ചു വെച്ചവൻ ചോദിച്ചു. നിങ്ങൾ ഫോണിലേക്ക് വിളിച്ച ഫെബി ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ഫോണിലേക്കോ? സക്കീർ ഒന്നും അറിയാത്തവനെ പോലെ അതിശയത്തോടൊരു ചോദ്യം. നിങ്ങളെ ഫോണിൽ തന്നെ. നിങ്ങൾ ആർട്ട് കൊടുത്ത ഫെബി ഏതാണെന്ന്? അവളുടെ തുറന്നടിച്ചുള്ള ചോദ്യം കേട്ടതും സക്കീറിൻ്റെ മുഖത്തെ രക്തം വറ്റി. അതാണോ? അത് ഫെബിൻഷാദ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇടയ്ക്ക് ഷോപ്പിൽ വരാറുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടതാ. അവന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതോ. ഷക്കീർ വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ട് പുതിയ കഥകൾ മെനഞ്ഞു. പിന്നെ വല്ലാതെ അങ്ങ് തകർത്ത് അഭിനയിക്കല്ലേ മനുഷ്യ. നിങ്ങളെ ഗുഡ് മോർണിംഗ് കാണാതെ വിഷമിച്ച് വിളിച്ച ആ പെണ്ണ് നിങ്ങൾ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ലബീബ ഉറഞ്ഞു തുള്ളി. ലബീബ ഫെബിനയുടെ കോൾ എടുത്തിട്ടെന്ന് മനസ്സിലായതും ഷക്കീർ വെപ്രാളപ്പെട്ടു. അവൻ അവളോട് ചേർന്ന് നിന്നു. എനിക്ക് ഭ്രാന്തുണ്ടോ ലബീബ?
അത് ആ ചെക്കൻ എന്നെ കളിയാക്കാൻ വേണ്ടി ശബ്ദം മാറ്റി ഓരോന്ന് പറയുന്നതാ. അത് കേട്ട് ഈ എന്നെ സംശയിക്കാണോ വേണ്ടത്? നിഷ്കളങ്കത വാരി വിതറി ചോദിക്കുന്നതോടൊപ്പം അവളുടെ കയ്യിലെ ഫോണും സെക്യൂർ അവൻ്റെ കയ്യിലാക്കിയിരുന്നു. ഓ, അപ്പം എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അത്ര വിശ്വാസമുള്ളൂ അല്ലേ? ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറയുന്നത് കേട്ട് ഈ എന്നെ സംശയിച്ചില്ലേ? ഇനി എന്നോട് മിണ്ടാൻ വരണ്ട. അതും പറഞ്ഞ് പിണങ്ങിപ്പോകുന്നവനെ നോക്കി ലബീബ തറഞ്ഞു നിന്നു. സെക്കീർക്ക് പറഞ്ഞതായിരിക്കും നേര്. ശബ്ദം മാറ്റി വിളിച്ചതാവോ? താൻ കേട്ടത് ശരിക്കും ഒരു പെണ്ണിൻ്റെ ശബ്ദം തന്നെയല്ലേ? ഒരു പുരുഷൻ്റെ പേരിൻ്റെ കൂടെ എന്തിനാണ് ഹാർട്ട് ഇമോജി കൂടി സേവ് ചെയ്ത് വച്ചിരിക്കുന്നത്? എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഒരു അവിഹിതം മണക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ആകെ ഒരു ടെൻഷനോടെയാണ് ലബീബ അടുക്കളയിലേക്ക് വരുന്നത്. അവിടെ സുറുമ ഉണ്ടായിരുന്നു. അവരോട് ഉള്ള ദേഷ്യം മുഴുവനും ലബീബ അടുക്കളയിലെ പാത്രങ്ങളോട് തീർക്കുന്നത് കണ്ട് സുറുമി അമ്പരുന്നു. സുറുമി! മാഹിറിൻ്റെ വിളി കേട്ടതും അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നവൾ ഇട്ടിരുന്ന നെറ്റിയിൽ കൈ തുടച്ച് അവൻ്റെ അടുത്തേക്ക് പോകാനിരുന്നു. ദാ വരുന്നു മാഹിക്ക. എങ്ങോട്ടാ നീ ഓടിപ്പോകുന്നത്? ലബീബ സുറുമിയുടെ മുൻപിൽ തടസ്സമായി നിന്നുകൊണ്ട് ചോദിച്ചു. അവൾക്ക് എല്ലാം കൂടെ ഒരു ദേഷ്യമായിട്ടുണ്ടുമ്പോൾ സുറുമയുടെ തലയണമന്ത്രം കാരണമാണ് മാഹിർ ഇത്ര മാറിപ്പോയതെന്നാണ് ലബീബ വിശ്വസിക്കുന്നത്. മാഹിക വിളിച്ചത് ഇക്കയും കേട്ടതല്ലേ? ആ, അവനെങ്ങനെ വിളിക്കും? കെട്ടിയോളോട് ശൃംഗരിച്ചിരിക്കാൻ വിളിക്കുന്നതാവും. എന്ന് വെച്ച് ചെയ്യുന്ന പണി പാതിക്ക് നിർത്തിപ്പോയാലേ എങ്ങനെയാ? ആ ചോറ് വാർത്ത് വെച്ചിട്ട് ഈ പോയാൽ മതി. അവളെ കൂർത്തൊരു നോട്ടം നോക്കി പറഞ്ഞു ലബീബ. സുറുമ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. ഞങ്ങൾക്കുണ്ട് കിട്ടിയന്മാരെ, ഇതുപോലൊരു പെങ്കോന്തനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ലബീബ മുഖം ചുളുക്കി ഇഷ്ടക്കോളോടെ പറഞ്ഞു. ഇത്ത വഴിയിൽ നിന്ന് മാറിക്കേ. ഞാൻ മായ്ക്ക് വിളിച്ചത് എന്തിനാണെന്ന് നോക്കട്ടെ. എൻ്റെ കെട്ടിയവനോട് ശൃംഗരിച്ച് കഴിഞ്ഞു വന്നിട്ട് ഞാൻ വാർത്തോളം ചോറ്. അത് പറ്റില്ല എന്നാണെങ്കിൽ ഇത്ത ഇവിടെ വെറുതെ പാത്രത്തോട് മല്ലിട്ട് വെറുതെ നിൽക്കില്ലേ? ഇത്ത തന്നെ അങ്ങ് ചെയ്തേക്ക് എന്നും പറഞ്ഞ് സുറുമി മുൻപോട്ട് നടക്കാൻ തുടങ്ങിയതും മാഹിർ അവളെ തിരിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയിരുന്നു. എത്ര നേരമായി സുറുമി ഞാൻ നിന്നെ വിളിക്കണേ? ആദിലിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ. അവൻ കാറുമായി വരുമ്പോഴേക്കും നീയും മോളും വേഗം ഒരുങ്ങാൻ നോക്ക്. ഒരുങ്ങാനോ? അതിന് നമ്മളെങ്ങോട്ടാ പോകുന്നത്? സുറുമി ചോദിച്ചു. വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? നമ്മൾ ഒരുമിച്ച് പുറത്തൊന്നും പോയില്ലല്ലോ. വാ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയേച്ചും വരാം. വരുന്ന വഴി നിൻ്റെ വീട്ടിലും പോവാം. മാഹിർ പറഞ്ഞതും സുറുമിയുടെ മുഖം വിടർന്നു. എന്നാൽ അവരെ കേട്ട് നിന്ന ലബീബയുടെ കവിൾ കൊട്ടക്കണക്കിന് വീർത്ത് കെട്ടി. ഓ, ഇനിയിപ്പോൾ രണ്ടും കൂടി തെണ്ടാനും പോവാണോ? അവളുടെ ഉള്ളിൽ അസൂയ കുത്തിമറഞ്ഞു. സുറുമി കൺകോണിലൂടെ ലബീബയെ നോക്കി. അവൾ എന്തൊക്കെയോ പിറുപിറുക്കുകയാണെന്ന് സുറുമിക്ക് മനസ്സിലായി. അവളിങ്ങനെ കുശുമ്പി കുത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഒന്നുകൂടെ മൂപ്പിക്കാൻ തോന്നി സുറുമിക്ക്. സത്യാണോ ഇക്ക? സുറുമി ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. അതെടി പെണ്ണേ, വേഗം പോയി ഒരുങ്ങ്. മാഹിർ പുഞ്ചിരിച്ചു. എന്നെ മോളെ ബീച്ചിൽ കൊണ്ടുപോവോ? സുറുമി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. കൊണ്ടുപോവാലോ. മാഹിർ സ്നേഹത്തോടെ അവളുടെ കവിളിലൊന്ന് പിച്ച്. എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരണം. സുറുമി അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് കുറുകി. അയ്യേ, ഐസ്ക്രീം തിന്നാൻ പറ്റിയൊരു പ്രായം മുതുക്കിയായിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കൊഞ്ചൽ. അവരുടെ കൊഞ്ചലൊന്നും ദഹിക്കാതെ ലബീബ ചുണ്ടുകൂട്ടി. വാങ്ങിച്ചു തരാടി. നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു തരാനല്ലേ നിൻ്റെ മാരനായി ഞാനിങ്ങ് ഓടി വന്നത്. നീ വേഗം പോയി ഒരുങ്ങുവാ എന്നും പറഞ്ഞ് അവനങ്ങ് പോയതും സുറൂമി ലബീബയുടെ നേരെ നോക്കി. ഇത്ത കേട്ടല്ലോ അല്ലേ? ഞങ്ങൾ പുറത്ത് പോവാ. വൈകുന്നേരമേ മടങ്ങി വരൂ. ഇനിയും ഞാനിവിടെ ചുറ്റിത്തിരിഞ്ഞ് നിന്നാലേ മാഹിക്ക വഴക്ക് പറയും. അതുകൊണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇത്ത തന്നെ വൃത്തിക്കങ്ങ് ചെയ്തേക്ക്. സുറുമി ഒരൽപ്പം ഗമയോടെയാണ് പറഞ്ഞത്. അതൊന്നും ലബീബക്ക് അത്ര രസിക്കുന്നില്ല. നീ എന്നോട് കൽപ്പിക്കാൻ മാത്രമായോ സുറുമി? നീ പറയുന്നത് പോലെ ചെയ്യാൻ നീ എനിക്ക് ശമ്പളം വല്ലതും തരുന്നുണ്ടോ? ലബീബ ദേഷ്യം കൊണ്ട് വിറച്ചു. അയ്യോ, ഞാൻ കൽപ്പിച്ചതെന്നല്ല ഇത്ത. ഇത്താക്ക് എങ്ങനെ തോന്നിയോ? സുറുമി നിഷ്കളങ്കത വരുത്തിയൊരു ചോദ്യം. ഡി, നീ അങ്ങനെ കൂടുതൽ വിളയല്ലേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓ പിന്നെ മനസ്സിലായെങ്കിൽ കണക്കായിപ്പോയി. മുൻപൊക്കെ നിങ്ങൾ പോകുമ്പോൾ എല്ലാം കൂടി എന്നെ ഏൽപ്പിച്ചല്ലേ പോകുന്നത്. വരുമ്പോഴേക്കും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ എത്ര ലിസ്റ്റുകളായിരുന്നു. അന്ന് നിങ്ങളും എനിക്ക് ശമ്പളമൊന്നും തന്നിരുന്നില്ലല്ലോ. എന്നാലും സുറുമയെല്ലാം അനുസരിച്ചിരുന്നു. എന്നിട്ട് 100 കുറ്റങ്ങളായിരുന്നു നിങ്ങൾക്കൊക്കെ. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പുള്ളിയില്ലേ? അത്രയും എനിക്ക് വേണ്ടോ? സുറുമി ചിരിച്ചു. ദേ സുറുമി, നീ എന്നോട് ചൊറിയാൻ വരരുത്. നിൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്നൊന്നും ഞാൻ ഓർക്കില്ല. അതിന് ആര് നിങ്ങളെ ചൊറിയാൻ വരുന്നു? ഞാൻ കാര്യം പറഞ്ഞതാ. നിങ്ങളെ ചൊറിഞ്ഞാൽ എനിക്ക് കൂടി ആ ചൊറി പകരത്തല്ലേ ഉള്ളൂ.
ഒരു ആക്കിയ ചിരിയോടെ പറഞ്ഞ് സുറുമി അടുക്കളയിൽ നിന്ന് പോയി. അവൾ പോയ വഴിയെ നിന്ന് ലബീബ പല്ല് കടിച്ചു. ഓ, അവിടെ തമ്പുരാട്ടി വന്നിരിക്കുന്നു. നീ പറയുന്നത് കേട്ട് ഇവിടുത്തെ വേലയെടുക്കാനൊന്നും ലബീബയെ കിട്ടില്ല. നാശം പിടിച്ചവള്. ചവിട്ടിത്തുള്ളി ലബീബ ആനമ്മയുടെ മുറിയിലേക്ക് പോയി. അവിടെ ഉമ്മയും മക്കളും കാര്യമായി എന്തൊക്കെ ചർച്ചയിലാണ്. ലബീബയെ കണ്ടതും അവിടെ നിശബ്ദതായി. തള്ളയും മക്കളും ആരുടെ പച്ചിറച്ചി തിന്നുമായിരുന്നു ആവോ. ലബീബ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് വന്നു. എന്തു പറ്റി ഇത്താത്ത? നിങ്ങളെ മുഖത്ത് കടന്നൽ വല്ലതും കുത്തിയോ? ആകെ വീർത്തിട്ടുണ്ടല്ലോ. സീജ കളിയാക്കിക്കൊണ്ട് തിരിച്ചു. നിങ്ങൾ ഉമ്മയും മക്കളും അവിടെ അറയിൽ കയറി കഥയും പറഞ്ഞിരുന്നോ? അവിടെ നടക്കുന്നതൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. എന്താ ഓളൊരു നെകളിപ്പ്? ഇവിടുത്തെ രാജകുമാരിയാണെന്നാണ് വിചാരം. ആര് കാര്യമാണ് ലബീബ ഈ പറയുന്നത്? ഈ ഒന്ന് തെളിച്ച് പറയാം, എന്നാലല്ലേ മനസ്സിലാവൂ. ആനമ്മ പറഞ്ഞു. വേറെ ആരുടെയാ? നിങ്ങളെ ചെറിയ മരുമോളെ കാര്യം. ഇവിടുത്തെ ഭരണം ഇപ്പോൾ അവളെ കയ്യിലാണല്ലോ. അതിന് കൂടെ നടക്കാനൊരു പെങ്കോന്തൻ കിട്ടണം. എലിയെപ്പോലെ നിന്ന് പെണ്ണായിരുന്നില്ലേ? ഇപ്പം അവളെ വമ്പ് കണ്ടാൽ ഏതോ കോലോത്ത തമ്പ്രാട്ടിയാണെന്ന് തോന്നും. അടുക്കളയിലോ ഒരു കൈ സഹായിക്കില്ല. നാവിൻ്റെ നീളം പിന്നെ പറയും വേണ്ട. ഇപ്പോൾ രണ്ടുപേരും കൂടി പുറത്തു പോവാണത്രേ. അവർ വരുമ്പോഴേക്കും എല്ലാം ഒരുക്കി വെക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടാണ് അവൾ പോയത്. അവൾ അടിമായി ഇവിടെ നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റൂല. ലബീബാക്ക് പറഞ്ഞിട്ടും അരിശം തീരുന്നില്ല. പുറത്തു പോവാണെന്നോ? എന്നിട്ട് ഇക്ക ഞങ്ങളെ വിളിച്ചല്ലോ. സീനുവിന് പരിഭവം. ഇന്നോളം മാഹിർ അവരെ കൂട്ടാതെ സുറുമിയോടൊപ്പം മാത്രം എങ്ങും പോയിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ആദ്യ 3 മാസം മാഹിർ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെ പോകുമ്പോഴും വാലുപോലെ സീനുവും സീജയും കൂടെ ഉണ്ടായിരുന്നു. ഹണിമൂണിന് പോയപ്പോൾ പോലും കുടുംബം മൊത്തം കൂടെ ഉണ്ടായിരുന്നു. അതിനൊന്നും മാഹിർ ഒരു എതിർപ്പും പറഞ്ഞിരുന്നില്ല. ഇന്നലെ കയറി വന്ന സുറുമിയേക്കാൾ ഞങ്ങളുടെ ആങ്ങളുടെ മേൽ അവകാശം പെങ്ങന്മാർക്കും ഉമ്മാക്കുമുള്ളൊരു മാത്രമാണെന്നുള്ളൊരു ഭാവമായിരുന്നു അവൾക്ക്. ഇന്നിപ്പോൾ പെങ്ങന്മാരോടോ ഉമ്മയോടോ ഒരു വാക്ക് പോലും പറയാതെ മാഹിർ സുറുമയോടൊപ്പം യാത്ര പോവുകയാണെന്ന് കേട്ടപ്പോൾ ആനമ്മയുടെയും പെൺമക്കളുടെയും മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. സുറുമയെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് അവർക്ക്. നിങ്ങളെ വിളിച്ച് കൂടെ കൊണ്ടുപോവാനേ. അത് നിങ്ങളെ പഴയ ഇക്കാക്കല്ല സീനോ. അവനിപ്പോൾ സുറുമയുടെ ഭർത്താവാ. അതുകൊണ്ടല്ലേ അവൻ നയിച്ചുണ്ടാക്കി ഒരു തരി മണ്ണ് പോലും കൂടപ്പിറപ്പുകൾക്കോ ഉമ്മാക്കോ തരില്ലെന്ന് തീർത്ത് പറഞ്ഞ് എല്ലാം അവളുടെ പേരിൽ എഴുതി വെക്കാൻ തീരുമാനിച്ചത്. ലബീബ തീയിലേക്ക് എണ്ണ ഒഴിച്ച് ആളി കത്തിച്ചു. ആദ്യം അവളെ ഒതുക്കണം, എന്നാലേ മാഹിർ പഴയ മാഹിറാവും. അതിന് നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ലെങ്കിലേ ഉമ്മയും മക്കളും 3 മാസം തീരും മുമ്പ് ഇവിടെ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വരും. അത് ശരിയാ. എൻ്റെ മോനെ വായിലെ വിരലിട്ടാൽ പോലും കടിക്കാത്തൊരു പാവായിരുന്നു. സുറുമ ഒറ്റൊരുത്തിയാണ് എൻ്റെ മോനെ മാറ്റിയെടുത്തത്. ആനമ്മയും ഏറ്റുപിടിച്ചു. അവളെ ഇപ്പോൾ എങ്ങനെ ഒതുക്കുമെന്നാ? കൊന്നാൽ കേസും കൂട്ടവുമൊക്കെ ആവില്ല എന്ന് ഭയന്നാണ് ഞാൻ. അല്ലെങ്കിൽ ചെവി അറിയാതെ ആ പുന്നാര മോളെ ഞാനിങ്ങ് തീർത്ത് കളഞ്ഞേനെ. സീജയുടെ നാവിൽ നിന്ന് വീണത് കേട്ട് അവരെല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. വെറുപ്പും വിദ്വേഷവും കാരണം വായിൽ തോന്നിയത് പറഞ്ഞതാണ്. താനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടെ ഓർത്തപ്പോൾ സീജയ്ക്ക് തന്നെ ഒരു നെട്ടലുണ്ടായി. അത് നല്ലൊരു ഐഡിയ ആണ്. ആരും അറിയാതെ സുറുമയെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ? എന്നിട്ടൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ആരും അറിയാനും പോകുന്നില്ല. ലബീബ രഹസ്യം പോലെ പറഞ്ഞു. അയ്യോ, കൊല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അത് പുറത്തറിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുങ്ങൂലേ? സീനു ഭീതിയോടെ തിരക്കി. അവൾക്കത് കേട്ടപ്പോഴേ കൈയും കാലും വിറച്ചു തുടങ്ങി. അതിന് പുറത്താരെങ്കിലും അറിഞ്ഞാലല്ലേ സീനോ? നമ്മൾ പറയാതെ ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ആരും അറിയാതെ അവളെ ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ലബീബ സീനുവിൻ്റെ കാതിൽ എന്തോ രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞത് കേട്ട് സീനുവിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി. അടുക്കളയിൽ നിന്ന് വിയർത്തത് കൊണ്ട് സുറുമി ഓടിപ്പോയി എന്ന് മേല് കുളിച്ചു വന്നു. അപ്പോഴേക്കും മാഹിർ റെഡിയായി ഫോണിൽ തോണ്ടി ബെഡിലിരിക്കുന്നുണ്ട്. ഹാലേമുണ്ട് അവൻ്റെ അരികിൽ. ഉമ്മ, ഞാൻ ഈ ഉടുപ്പിട്ടോട്ടെ? ഷെൽഫ് തുറന്ന് ഒരു ഉടുപ്പും കയ്യിൽ പിടിച്ചാണ് പെണ്ണിൻ്റെ നിൽപ്പ്. അയ്യേ, ഈ ഉടുപ്പ് പഴയതല്ലേ മോളെ, അത് വേണ്ട. സുറുമി മോളുടെ കയ്യിലെ ഉടുപ്പ് വാങ്ങി ബെഡിലേക്കിട്ട് ഷെൽഫിൽ നിന്ന് മറ്റൊരു ഉടുപ്പ് പുറത്തേക്കെടുത്തു. ഇതാണ് ഞാൻ മതി എൻ്റെ സുന്ദരി കുട്ടി. അവർ ഉമ്മാക്കും മോൾക്കും ഒരുങ്ങാനൊക്കെ വല്ലാത്ത ഉത്സാഹമാണ്. മറ്റുള്ളവർ ഇതുപോലെ ഒരുങ്ങിയിറങ്ങി പോകുമ്പോൾ കൂട്ടിലടച്ച മാടത്തത്തകളെപ്പോലെ സുറുമയും മോളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലടക്കി ആ പോകുന്നവരെ നോക്കിയിരിക്കാറാണ് പതിവ്. സങ്കടം പറയുന്ന മോളോട് ഉപ്പ വന്നിട്ട് പോകാമെന്ന് ആശ്വസിപ്പിക്കാറാണല്ലോ പതിവ്. ഇന്നിപ്പോൾ അവളുടെ ഉപ്പയുണ്ടല്ലോ. സുറുമയുടെ ഉള്ളം തുളുമ്പി. തീർന്നില്ലേ ഉമ്മാരി മോളുടെ ഒരുക്കും? മാഹിർ ഫോണിൽ നിന്ന് കണ്ണുയർത്തി നോക്കി. ഞങ്ങൾ പെണ്ണുങ്ങളല്ല മാഹിക്ക, ഒരുങ്ങാൻ കുറച്ചൊക്കെ സമയമെടുക്കും.
വെറുതെ ഫോണിൽ തോണ്ടിയിരിക്കാതെ ഈ പെണ്ണിനെ ഒന്ന് നോക്കിക്കേ. മോളിങ്ങോട്ട് വാ, ഉപ്പ് റെഡിയാക്കി തരാം. മാഹിർ കുഞ്ഞിനെ കൈനീട്ടി അടുത്തേക്ക് വിളിച്ചതും ഹാല ഉടുപ്പുമായി ഉപ്പയുടെ അടുത്തേക്ക് ചെന്നു. മാഹിർ അവളെ ഉടുപ്പണിയിച്ചു. ഈ സ്പ്രിംഗ് പോലുള്ള മുടി എങ്ങനെ ഒതുക്കുവന്നാ? നമുക്കിതങ്ങ് വെട്ടിക്കളഞ്ഞാലോ കാന്താരി? ഹാലമോളുടെ ചുരുണ്ട മുടി ചെയ്യുകയാണ് മാഹിർ. അവനെ നോക്കിയ സുറുമിക്ക് ചിരി വന്നു. ഡോറിൽ ആരോ അമർത്തി തട്ടുന്നത് കേട്ട് റാഫിയാണ് പോയി ഡോർ തുറന്നത്. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ മുഖം ചുളുങ്ങി. ആഷിക്ക് ഈ റൂമിലല്ലേ താമസം? അയാൾ തിരിക്കി. അതെ, അവനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേയുള്ളൂ, ഞാൻ വിളിക്കാം. റാഫിക് അയാളെ ഒന്നുകൂടി നോക്കിയ ശേഷം അകത്തേക്ക് വന്ന് ആഷിക്കിനെ വിളിച്ചു. അവൻ കമിഴ്ന്ന് കിടന്ന് ചെറുതായി മയങ്ങിയിരുന്നു. എടാ ആഷി, അന്നെ അന്വേഷിച്ച് ഒരു അറബി അന്വേഷിച്ച് വന്നിരിക്കുന്നു. അറബിയോ? ആഷിഖ് അമ്പരപ്പോടെ ചോദിച്ചു. അതെ, അയാൾ ഇവിടെ നിൽപ്പുണ്ട്. സത്യം പറ, ഈ വല്ലതും ഒപ്പിച്ചിട്ടാണോ വന്നത്? റാഫി അവനെ ചൂഞ്ഞു നോക്കി. ഈ ഒന്ന് മാറിക്കേ. റാഫീനെ തട്ടിമാറ്റി അവൻ പുറത്തേക്ക് നടന്നു. ആ വന്നത് ചെറിയ പുള്ളിയൊന്നല്ല. അയാൾ ആഷിഖിനെ അന്വേഷിച്ച് ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. റാഫിയും അവൻ പുറകെ ചുവട് വെച്ചു. ഹോ, ഇയാളായിരുന്നോ? അഹമ്മദിനെ കണ്ടതും ആഷിഖിൻ്റെ മുഖത്ത് ഗൗരവം ഇടം പിടിച്ചു. വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് ആഷിഖ് അയാളുടെ സ്ഥലം അടക്കിയത്. വല്ലാതെ മുഖം കറുപ്പിക്കാനും വയ്യാം. ഇത് അയാളുടെ നാടാണല്ലോ. അയാൾ വിചാരിച്ചാൽ തൻ്റെ ജോലി തെറിപ്പിച്ച് തന്നെ ഈ നാട്ടിൽ നിന്നും നിസ്സാരമായി ഓടിക്കാൻ കഴിയും. അഹമ്മദിനെ പിണക്കുന്നത് ബുദ്ധിയില്ലെന്ന് മനസ്സ് തുടരെ ഓർമ്മിപ്പിച്ചു. അഹമ്മദ് നല്ലവനാണെങ്കിലും അയാളുടെ മകൾ തൻ്റെ കൂട്ടുകാരനോട് ചെയ്ത ചതി ഓർക്കുമ്പോഴാണ് ഇയാളോടും ആഷിഖിന് ദേഷ്യം തോന്നുന്നത്. എന്നാലും അഹമ്മദ് തന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താവുമെന്ന് അറിയാതെ ഉള്ളിൽ ആശങ്ക തിങ്ങി. എന്താ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ആഷിഖ് ഉള്ളിലെ വിദ്വേഷം വാക്കുകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ആഷിഖ്, താൻ തൻ്റെ സുഹൃത്തിനെ വിളിക്കാറുണ്ടോ? അയാളിപ്പോൾ ഓക്കെ അല്ലേ? അഹമ്മദ് സന്ദേഹത്തോടെ തിരക്കി. തൻ്റെ മകളുടെ ദുർവാശി കാരണം കരഞ്ഞു തളർന്ന ചെറുപ്പക്കാരൻ്റെ മുഖം ഉള്ളിൽ നിന്ന് മായാതെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അവനെക്കുറിച്ച് അറിയാതെ സമാധാനം കിട്ടില്ലെന്നായപ്പോൾ ആഷിഖിനെക്കുറിച്ച് ഓർമ്മ വന്നതും ഇന്നിപ്പോൾ അവനെ തിരികെ ഇങ്ങോട്ട് വന്നതും. മാഹിറിനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആഷിഖിൻ്റെ സ്വരം അല്പം പരുക്കനായി. അതെ. ഓ, അവനെ എന്തിനാണ് ഇനി നിങ്ങൾ അന്വേഷിക്കുന്നത്? അവനെ വഞ്ചിച്ച നിങ്ങളുടെ മകൾ ഇപ്പോൾ സന്തോഷത്തോടെ ഭർത്താവിനൊപ്പം കഴിയുന്നില്ലേ? അതോ ഇനി അവൾ അയച്ചതാണോ നിങ്ങളെ? അവൻ ജീവനോടെയുണ്ടോ എന്ന് തിരക്കാൻ എത്ര വേണ്ടെന്ന് വച്ചിട്ടും അവൻ്റെ ഉള്ളിലെ അമർഷം വാക്കുകളിലൂടെ പുറത്തേക്ക് ചാടി. ഏയ്, അല്ലല്ല, സുൽത്താനെ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ മാഹിറിനെ അന്വേഷിച്ചത്. രാജകുമാരിയെപ്പോലെ കഴിഞ്ഞിരുന്ന എൻ്റെ മകൾ ഇപ്പോൾ ഒരു ഭ്രാന്തിൻ്റെ ഭാര്യയാണ്. അവനെ വേദനിപ്പിച്ചതിന് ഞാൻ അവൾക്ക് വിധിച്ച ശിക്ഷയാണത്. അങ്ങനെയെങ്കിലും അവളുടെ ഭ്രാന്ത് തീരട്ടെ. അന്ന് പോയതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എങ്കിലും വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. ജന്മം കൊടുത്തവനായി പോയില്ലേ, തീർത്ത് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. അത് പറയുമ്പോൾ അയാളിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നു. കുറച്ച് ദിവസങ്ങളായി തൻ്റെ കൂട്ടുകാരൻ്റെ കലങ്ങിയ കണ്ണുകൾ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെ പറ്റുന്നില്ലടോ. ഏത് രാജ്യക്കാരനാണെങ്കിലും നാമെല്ലാം മനുഷ്യരല്ലേ. എൻ്റെ മോളുടെ വാശി കാരണം അയാൾ മാനസികമായി തകർന്നല്ലേ നാട്ടിലേക്ക് പോയത്. പിന്നീടുള്ള അയാളുടെ ജീവിതം എന്താ എന്നറിയാതെ മനസ്സമാധാനം കിട്ടുന്നില്ല. താൻ അവനോട് പിന്നീട് സംസാരിച്ചിരുന്നു. എന്താണ് അവൻ്റെ പാട്? കരുണയോടെ സംസാരിക്കുന്ന ആ മനുഷ്യനോട് ഉള്ളലിവ് തോന്നിപ്പോയി ആഷിഖിന്. മകൾ ചെയ്ത തെറ്റിന് ഇയാളൊന്ന് പിഴച്ചു. വെറുമൊരു ജോലിക്കാരനായ മാഹിറിനെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയത് തന്നെ ഇയാളുടെ ഉള്ളിലെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയായി അവൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുകയാണ്. ആഷിഖ് അവനെ അറിയാവുന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാളുടെ മുഖത്തെ ആശങ്ക നീങ്ങി. തെളിച്ചം വെക്കുന്നതും അയാൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അങ്ങോട്ടൊന്ന് പാളി നോക്കിയപ്പോൾ റാഫി വ്യക്തമായി കണ്ടു. ഇതിപ്പോൾ എന്താണ് സംഭവം? മാഹിറിനെ കുറിച്ചല്ലേ ഇയാൾ ചോദിച്ചത്? ഇയാളുടെ മകൾ കാരണം മാഹിറിന് എന്താണുണ്ടായത്? മാഹിറിൻ്റെ പെട്ടെന്നുള്ള നാട്ടിൽ പോക്ക് കണ്ടപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ മണത്തതാണെങ്കിലും ജോലി തിരക്ക് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായൊന്നും ചികഞ്ഞ് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. എന്നാലിപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരുപിടി സംശയങ്ങൾ മുളച്ചുപൊന്തി ശ്വാസം മുട്ടിച്ചു തുടങ്ങി. ഇയാളുടെ മകൾ മാഹിറിനെ വഞ്ചിച്ചുവെന്നോ? എങ്ങനെ? ഇനിയിപ്പോൾ അതെന്താണെന്നറിയാതെ ഉറക്കം കിട്ടില്ല റാഫിയന്. വീണ്ടും അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ കാത് കൂർപ്പിച്ചു. അഹമ്മദ് തൻ്റെ ഡ്രൈവറെ വിളിച്ചതും അയാൾ ഒരു കവറുമായി വന്ന് അത് അഹമ്മദിനെ ഏൽപ്പിച്ചുകൊണ്ട് വന്നതുപോലെ തിരിച്ചുപോയി. അഹമ്മദ് അത് വാങ്ങി ആഷിഖിൻ്റെ നേർക്ക് നീട്ടി.
എന്താണിത്? ആഷിഖ് ആ കവറിലേക്ക് നോക്കി ചോദിച്ചു. ഇത് കുറച്ച് പണമാണ്. ഇത് താൻ മാഹിറിന് കൊടുക്കണം. അന്ന് ഞാനിത് നൽകിയപ്പോൾ അയാൾ ഇത് നിരസിച്ചതാണ്. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.